ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീമാണ്. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിലോ ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീമാണിത്. പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് 3 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു മാങ്ങയുടെ ചെറിയൊരു ഭാഗം ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനി ഇപ്പോൾ ഓൾറെഡി തിളച്ചിരിക്കുമല്ലേ. എന്നിട്ട് മാങ്ങാ കഷ്ണങ്ങൾ പഞ്ചസാര പാനിയിലിട്ട് 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും പഞ്ചസാര പാനിയെല്ലാം വറ്റി മാങ്ങാ കഷ്ണത്തിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയി വരും. എന്നിട്ട് തീ ഓഫ് ചെയ്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മാങ്ങ ഞാനിവിടെ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് മാംഗോ പ്യൂരി അതിലൊഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം 1 കപ്പാണ് മാംഗോ പ്യൂരി കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും അതിൽ ചേർത്ത പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരും. എന്നിട്ട് 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും മാങ്ങയുടെ കളർ ചെറുതായി ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ മാംഗോ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാങ്ങ ഷെയ്ക്ക് അടിക്കാൻ എടുക്കുന്നത് പോലെ മാങ്ങ എടുക്കരുത്. അങ്ങനെ എടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ മാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം വേണം ഐസ്ക്രീം ഉണ്ടാക്കാൻ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ജാറിന്റെ ഉൾവശം നന്നായി തുടച്ച് ഡ്രൈ ആക്കി എടുക്കാം. ജാറിന്റെ ഉൾവശത്ത് ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് അതിലേക്ക് നല്ല തണുത്തിരിക്കുന്ന 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ സ്പീഡ് ലോയിൽ നിന്ന് ഹൈയിലേക്കിട്ട് ഒരു 20 സെക്കൻഡ് ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കാം. 20 സെക്കൻഡ് കഴിയുമ്പോൾ മിക്സി ഓഫ് ചെയ്ത് ജാർ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ക്രീമിൽ ഇതുപോലെ ചെറുതായി ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഒരു 20 സെക്കൻഡ് കൂടി ലോ ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. വീണ്ടും മിക്സി ഓഫ് ചെയ്ത് ജാർ ഒന്ന് തുറന്നു നോക്കാം. ക്രീം ഇപ്പോൾ ചെറുതായി ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ലോ ടു ഹൈ സ്പീഡിലിട്ട് 20 സെക്കൻഡ് അടിച്ചെടുക്കാം. 20 സെക്കൻഡിന് ശേഷം വീണ്ടും മിക്സി ഓഫ് ചെയ്ത് തുറന്നു നോക്കാം. ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പാകത്തിൽ ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. 3 തവണ അടിച്ചപ്പോഴാണ് എനിക്ക് ക്രീം റെഡിയായി കിട്ടിയത്. ഐസ്ക്രീമിൽ ചേർക്കാൻ റെഡിയാക്കി എടുക്കുന്ന ക്രീം കേക്കിൽ ഉപയോഗിക്കാൻ എടുക്കുന്നത് പോലെ ഒരിക്കലും സ്റ്റിഫ് പിക്ക് ആവരുത്. ഇതുപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ പൾസ് ബട്ടണിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ചാറിയ 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സിയിൽ കറക്കിയെടുക്കാം. അതിനുശേഷം പഞ്ചസാര പാനിയിലിട്ട് നേരത്തെ റെഡിയാക്കി വച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഐസ്ക്രീം മിക്സ് ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നന്നായി കവർ ചെയ്യാം.
അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു 8-10 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് തുറന്നു നോക്കാം. ഐസ്ക്രീം നല്ല ഭംഗിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്കൂപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇടയിൽ അവിടെ ഇവിടെയായി മാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ല ഭംഗിയായി കാണുന്നുണ്ട്. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ചാൽ സ്കൂപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഐസ്ക്രീം ഇതാ ഞാനിവിടെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെയാണ് ഐസ്ക്രീം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഈ ഐസ്ക്രീം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.